എൽ.ഡി.എഫ് സർക്കാരിന്റെ വികസന തുടർച്ചയ്ക്ക് നിലമ്പൂർ അസംബ്ലി മണ്ഡലം എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി യു ഷറഫ് അലി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ എൽ.ഡി.എഫ് നേതാക്കളോടൊപ്പം പ്രകടനമായി എത്തിയാണ് ഉപവരണാധികാരി നിലമ്പൂർ തഹസിൽദാർ വി വിനോദ് കുമാർ മുൻപാകെ പത്രിക നൽകിയത്. ഷറഫ് അലി യു എന്ന ഞാൻ രാജ്യസഭ നിയമസഭയിലെ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യാഥാർത്ഥ്യമായി വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൈവത്തിന്റെ പേരിൽ ദൃഢ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 2000-ഓളം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രമായിട്ട് നടത്തി. അതിൽ ഏറെക്കുറെ പദ്ധതികളൊക്കെ പൂർത്തിയായതാണ്. ഇനി കുറച്ചൊക്കെ പൂർത്തിയാക്കാനുണ്ട്. നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാവണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർച്ചയായ ഭരണം ഉണ്ടെങ്കിൽ മാത്രമേ അത് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ 9 വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പൂർത്തിയാക്കിയ പദ്ധതികൾ അതിനിടയ്ക്ക് 200 ദിവസം പാഴായിപ്പോയി എന്ന് പറയുന്നതായിരുന്നു. UDF വിജയിച്ചിട്ടുള്ള MLA ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ 10 വർഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നൽകിയിട്ടുള്ള പദ്ധതികൾ മാത്രമേ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് അത് ബാക്കിയുള്ള പദ്ധതികൾ പൂർത്തിയാക്കണമെന്ന് എൽ.ഡി.എഫ് നേതാക്കളായ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം PK സൈനബ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം B മുഹമ്മദ് റസാഖ്, CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ E പത്മാക്ഷൻ, T രവീന്ദ്രൻ, K മോഹനൻ, P ഷബീർ, CPI മണ്ഡലം സെക്രട്ടറി M മുജീബ് റഹ്മാൻ, സ്കറിയാക്കിന തോപ്പിൽ, പരന്തൻ നൌഷാദ്, പരാട്ടി കുഞ്ഞാൻ, PV ഹംസ, ജോർജ് തോമസ് എന്നിവരും കൂടെയുണ്ടായിരുന്നു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.